അങ്ങനത്തെ ടൈനി പ്ലാന്റ്സ് ബട്ട് പാക്ക് വിത്ത് സോ മെനി ന്യൂട്രിയൻസ്. ഇത് നമുക്ക് സാലഡ്സിലോ ഫ്രൈഡ് റൈസിലോ സൂപ്പിലോ കറിയിലോ ഓംലേറ്റിലോ ഒക്കെ യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ഈസിയാണ് ഗ്രോ ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് കിച്ചണിലോ അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ നടാം. ഇത് പെട്ടെന്ന് വളരും. ഇതൊരു 10 to 15 days എടുക്കും വളരാൻ. അപ്പോൾ 2 ചെറിയ ലീവ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഇത് വളർത്താൻ നിങ്ങൾക്ക് ഏത് മീഡിയം വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് സോയിലാണ്. നല്ല ക്വാളിറ്റി സോയിൽ അയക്കണം, സീഡ്സും ക്വാളിറ്റി അയക്കണം. അപ്പം ഇനി നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ മൈക്രോഗ്രീൻസ് നടാൻ വേണ്ടി ഞാൻ തന്നെ റീസൈക്കിൾ ചെയ്തൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. യു ക്യാൻ യൂസ് എനി കണ്ടെയ്നേഴ്സ്. കാണാൻ ഭംഗിയില്ലേ? അപ്പം ഞാൻ എടുത്തേക്കുന്ന സീഡ്സ് ആണ് പയറ്, ചെറുപയറ്, കടല. ഞാനതൊരു 12 hours സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടെയ്നേഴ്സിൽ സോയിൽ നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. നിങ്ങൾ സീഡ്സ് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇതിൽ കുറച്ച് സീഡ്സ് മുളച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നേഴ്സ് ഒരു ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഡാർക്ക് ആൻഡ് വാം പ്ലേസിൽ വെക്കുക. 3 to 4 days എടുക്കും എല്ലാ സീഡ്സ് ജെർമിനേറ്റ് ആവാൻ. ആ സമയം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ബേബി ലീവ്സ് വന്ന് തുടങ്ങുമ്പോഴാണ് സൺലൈറ്റ് വേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. സോയിൽ ഡ്രൈ ആണെങ്കിൽ കുറച്ച് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുക. അപ്പോൾ 4th day ആയി, ചെറുതായിട്ട് ലീവ്സ് വന്ന് തുടങ്ങി. ഇനി ഇതൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് മാറ്റി വെക്കണം. ഞാനിതിൻ്റെ ഡെസ്ക്ടോപ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മിനിമം 3 to 4 hours സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോ സൈഡ്, കൗണ്ടർ ടോപ്പ് ഓർ ഫ്രിഡ്ജിന് മേലൊക്കെ വെക്കാം. ഇൻഡോർസിൽ പ്രോപ്പർ സൺലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ മോർണിംഗ് കുറച്ച് സമയം പുറത്ത് വെച്ച് വെയിൽ കൊളിപ്പിക്കുക. ഇത് 10th day ആണ്. കടലയുടെ ലീഫ് കുറച്ചുകൂടി വളരാനുണ്ട്. 2 days കൂടി വെച്ചിട്ട് ഹാർവെസ്റ്റ് ചെയ്യാം. ചെറുപയർ മൈക്രോഗ്രെയിൻ നന്നായി വളർന്നിട്ടുണ്ട്. ഇത് നമുക്ക് 10th day തന്നെ ഹാർവെസ്റ്റ് ചെയ്യാം. ഈ മൈക്രോഗ്രെയിൻസിൽ ലീഫി ഗ്രീൻ വെജിറ്റബിൾസിനേക്കാളും 40 times more ന്യൂട്രിയൻസ് ഉണ്ട്. മൈക്രോഗ്രെയിൻസിൽ 2 to 4 leaves ആയാൽ നിങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ബ്രൗൺ ബീൻസ് കുറച്ചുകൂടി വളരാനുണ്ട്. അപ്പോൾ 2 days കൂടി വെച്ച് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. മിക്ക മൈക്രോഗ്രെയിൻസ് ഹാർവെസ്റ്റ് ചെയ്ത് അത് റീഗ്രോ ചെയ്യില്ല. പക്ഷേ ബ്രൗൺ ബീൻസ് റീഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. മൈക്രോഗ്രെയിൻസ് കട്ട് ചെയ്യുമ്പോൾ സോയിലിന് തൊട്ട് മേലിൽ നിന്ന് കട്ട് ചെയ്യണം. മണ്ണിൽ നടുന്ന മൈക്രോഗ്രെയിൻസിൻ്റെ റൂട്ട്സ് നമ്മൾ കഴിക്കാറില്ല. ഇതിൽ കുറച്ച് സീഡ്സ് വളർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി വെച്ചിട്ട് ഹാർവെസ്റ്റ് ചെയ്യാം. മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചെറുപയർ, വൻപയർ, പയറ്, കടല, ഉലുവ, മുതിര, ഗോതമ്പ്, ചീര എന്നിവ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ടൊമാറ്റോ സീഡ്സ്, പെപ്പർ സീഡ്സ്, പൊട്ടാറ്റോ എന്നിവയെ മൈക്രോഗ്രെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഈ റൂട്ട്സ് എല്ലാം കളഞ്ഞിട്ട് ഈ സോയിൽ നമുക്ക് മൈക്രോഗ്രെയിൻസ് നടാൻ വേണ്ടി റീയൂസ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 5 days വരെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ടൈറ്റായി മൂടി വെക്കാം.